പാലായിൽ കൂറുമാറിയ കൗൺസിലർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ പ്രഖ്യാപനം. എന്നാൽ നിയമ നടപടിയുമായി മുൻപോട്ടു പോകുന്നതിൽ കോൺഗ്രസിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് കൗൺസിലർമാർ കൂറുമാറി വോട്ട് ചെയ്തതോടെയാണ് പാലാ നഗരസഭയിൽ UDFന് ഭരണം നഷ്ടമായത്. LDF അവിശ്വാസത്തെ പിന്തുണച്ച 4 കൗൺസിലർമാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ പ്രഖ്യാപനം. ഉറപ്പായിട്ടും നടപടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിയമപരമായി ഇവരുടെ അംഗത്വം ഇല്ലാതാകുന്നതിന് കൂറുമാറ്റ നിരോധന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അവർക്കെതിരെ കേസ് കൊടുക്കും, നിയമപരമായി നേരിടും. ഈ കാര്യത്തെ സംഘടനാപരമായി നടപടി ഉണ്ടാകും. എന്നാൽ കൂറുമാറ്റം ചൂണ്ടിക്കാണിച്ച് നാളിതുവരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള യാതൊരു നടപടിയും കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടിട്ടില്ല. നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിലെ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് ഇതിന് കാരണം. കൗൺസിലർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ലെന്നാണ് മണ്ഡലം കമ്മിറ്റിയിലെ ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം. ഇതിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ചാൽ കടുത്ത പ്രതിസന്ധിയാവും പാലായിൽ കോൺഗ്രസിന് നേരിടേണ്ടി വരിക. അതിനാൽ വ്യക്തമായ തീരുമാനത്തിലെത്താൻ ജില്ലാ നേതൃത്വത്തിന് കഴിയുന്നുമില്ല. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.